പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ വാട്സാപ്പിൽ വന്ന പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ. എന്തായാലും വാട്സാപ്പിൽ ഇപ്പോൾ പുതുതായിട്ട് പല പല അപ്ഡേറ്റുകൾ, ഉപകാരപ്രദമായിട്ടുള്ള അപ്ഡേറ്റുകൾ വരികയാണ്. അതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളത് അറിഞ്ഞിരിക്കണം. അതിനാണ് ഓരോ വീഡിയോയും ഞാൻ അപ്ഡേറ്റ് വരുന്ന സമയത്ത് തന്നെ നിങ്ങളെ കയ്യിലെത്തിക്കുന്നത്. എന്തായാലും ഈ അപ്ഡേറ്റും നിങ്ങൾക്ക് ഉപകാരമാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്കിന് എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലോട്ടേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആ വാട്സപ്പിലെ ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം, വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ലെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല പല ഓപ്ഷനും നേരത്തെ വാട്സപ്പ് കൊടുത്തിട്ടുള്ളതായിരുന്നു. അൺറീഡ് മെസ്സേജ്, നമ്മൾ വായിക്കാത്ത മെസ്സേജുകൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ മെസ്സേജ് നമുക്ക് കാണാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഫോട്ടോയും ഇതുപോലെ കിട്ടും. അങ്ങനെ എല്ലാ കാര്യങ്ങളും, വീഡിയോസ്, ലിങ്ക്സ്, ഇതെല്ലാം. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വാട്സപ്പ് ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിതിൽ വാട്സപ്പിലെ ഈ ഭാഗം, നമ്മൾ ചാറ്റ് ചെയ്യുന്ന നമ്മളെ ഈ ഭാഗം താഴേക്കൊന്ന് സ്വൈപ്പ് ചെയ്യണ സമയത്ത് നമുക്കിവിടെ 3 ഓപ്ഷൻ കാണാം കേട്ടോ. ഇത് ഒന്ന് ആൾ, അത് തന്നെയാണ് ഇപ്പോഴുള്ള ഓപ്ഷൻ. ഇത് രണ്ടാമത് അൺറീഡ്, അത് നേരത്തെ ഉള്ള ഓപ്ഷനിലുള്ളതാണ്. അൺറീഡ്, നമ്മൾ അൺറീഡ് മെസ്സേജുകൾ നമ്മൾ ഏതെങ്കിലും സുഹൃത്തുക്കൾ അയച്ചിട്ട് നമ്മൾ അത് കാണാതെ, അല്ലെങ്കിൽ വായിക്കാത്ത മെസ്സേജുകൾ നമ്മൾ സുഹൃത്തുക്കൾ അയച്ചിട്ട് വായിക്കാത്ത മെസ്സേജുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഞാൻ വായിക്കാത്ത മെസ്സേജുകളാണ്, അത് കാണാൻ സാധിക്കും. പക്ഷെ ഇതിൽ നിന്നും ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അപ്ഡേറ്റിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും മൂന്നാമതായി. ഇത് പുതിയതായിട്ട് വന്ന ഒരു നല്ലൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്രൂപ്പ്സിൽ ഏതെങ്കിലും, നമ്മുടെ ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും മെസ്സേജ് നമ്മൾ അൺറീഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരുന്നു, നമ്മൾ നോക്കാതിരുന്നു കഴിഞ്ഞാൽ ആ മെസ്സേജുകൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും കണ്ടോ. ഇത് ഞാൻ ഗ്രൂപ്പിൽ കാണാത്ത മെസ്സേജുകളാണ്, നമ്മൾ ഓപ്പൺ ചെയ്യാത്ത മെസ്സേജുകളാണ് ഈ കിടക്കുന്നത്. ഇങ്ങനെ ഒരു ഓപ്ഷൻ വളരെ ഉപകാരമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്രൂപ്പിൽ ഏതെങ്കിലും മെസ്സേജുകൾ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഗ്രൂപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഏത് ഗ്രൂപ്പിലേക്കാണെന്നുള്ളത് നോക്കി നമുക്ക് പോകേണ്ട കാര്യമില്ല. നമുക്കിതുപോലെ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. എന്തായാലും ഈ അപ്ഡേറ്റ് വളരെ ഉപകാരമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.